അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ അനിൽകുമാർ, കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്, മുണ്ടക്കൈ ചുരൽമല ദുരന്ത ബാധിതരുടെ വായ്പകൾ ഞങ്ങൾ എഴുതി തള്ളില്ല എന്ന്. ഹൈക്കോടതി പലവട്ടം പറഞ്ഞതാണ്, നിങ്ങൾ ആ മനുഷ്യരെ സഹായിക്കണം, മനുഷ്യത്വപരമായ ഇടപെടൽ നടത്തണം. കേരളം എത്രയോ വട്ടം ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഇതാ അവർ സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നു, ഞങ്ങൾ വായ്പ എഴുതിത്തള്ളില്ല, അതിനുള്ള അധികാരം ബാങ്കുകളോട് വായ്പ എഴുതിത്തള്ളണം എന്ന് പറയാനുള്ള അധികാരം ഞങ്ങൾക്കില്ല എന്നാണ് കേന്ദ്ര സർക്കാർ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ പറയുന്നത് പച്ചക്കള്ളമാണ്. വയനാട് ദുരന്തം നടക്കുമ്പോൾ ദേശസാൽകൃത ബാങ്കുകളിലെ വായ്പകൾ എഴുതിത്തള്ളണം എന്ന് അവരോട് നിർദ്ദേശിക്കാനുള്ള അധികാരം കേന്ദ്രത്തിനുണ്ടായിരുന്നു. കേന്ദ്രം പിന്നീട് ആ ചട്ടത്തിൽ മാറ്റം വരുത്തി ഭേദഗതി ചെയ്തു. ഇപ്പോൾ ഇപ്രകാരം ഒരു ദുരന്തം നടന്നാൽ അപ്രകാരം അതിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബാധ്യത എടുത്തുള്ളാൻ ബാങ്കുകൾക്ക് ബാധ്യതയില്ല. സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ ആ തുക കൈമാറിയാൽ അത് എഴുതി തള്ളാൻ കഴിയും. അതല്ലാതെ ബാധ്യത നിലവിലില്ല, അല്ലെ ആ ചട്ടം ഇപ്പോഴില്ല. പക്ഷെ അന്ന് ആ ചട്ടത്തിൽ പ്രാബല്യത്തിലുണ്ടായിരുന്നു. പ്രാബല്യത്തിലുണ്ടായിരുന്ന ഘട്ടത്തിൽ ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിരുന്നെങ്കിലോ അപ്പോൾ തന്നെ അതിന്റെ ഭാഗമായി കേന്ദ്രത്തിന്റെ മുൻകാല പ്രാബല്യം വരികയും അതിന്റെ ഭാഗമായി ബാങ്കുകൾ നിർബന്ധിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു. അപ്പം ഇവിടുത്തെ ബാങ്കുകൾ അവരുടെ വായ്പകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ശതകോടീശ്വരന്മാർക്കുള്ളതാണെന്നും ശതകോടീശ്വരന്മാരുടെ വായ്പകൾ മാത്രം എഴുതിത്തള്ളിയാൽ മതിയെന്നും ഇതുപോലെ പ്രളയ ദുരന്തത്തിൽപ്പെട്ട മനുഷ്യന്മാരുടെ ഒരു വായ്പയും എഴുതിത്തള്ളാനെന്നുള്ള ബാധ്യത ഇല്ല എന്നും പറയുന്ന ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട കോടതി ഒരു കാര്യം ആലോചിക്കണം. ഇത്തരമൊരു കേസ് കൈകാര്യം ചെയ്യാനുള്ള ഒരധികാരവും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്കില്ല. കോടതികൾ ഏതെങ്കിലും കാര്യം എടുത്താലുടനെ അവർക്ക് ഇതിനെല്ലാം പരമാധികാരമുണ്ട് എന്നൊരു തെറ്റിദ്ധാരണ പാടില്ല. ഞാൻ ഈ വിഷയത്തിൽ കേരള ഹൈക്കോടതിയിൽ പല ഘട്ടത്തിൽ ഇതിന്റെ വിചാരണകൾ നടക്കുന്ന ഘട്ടത്തിൽ ഞാൻ കൃത്യമായി പ്രതികരിച്ചൊരു കാര്യമുണ്ട്. ഇത് ഹൈക്കോടതിക്ക് അധികാരമുള്ള കാര്യമല്ല. ഹൈക്കോടതിക്ക് ഈ വായ്പകൾ എഴുതി തള്ളണമെന്നൊരു വിധി നൽകാൻ അധികാരമില്ല. അതുകൊണ്ട് കോടതികളെ മാനിക്കാത്ത മോദി സർക്കാർ ഈ കാര്യത്തിൽ ഹൈക്കോടതിക്ക് പുല്ലുവില കൽപ്പിക്കില്ല, 4 അണയുടെ വില കൽപ്പിക്കില്ല എന്ന് ഇതിനു മുമ്പ് തന്നെ നമ്മൾ പ്രതികരിച്ചിട്ടുള്ളതാണ്. ഈ കോടതിയുടെ നടപടിക്രമങ്ങൾ കൊണ്ട് എന്തുണ്ടായി എന്നുള്ളത് മനസ്സിലാക്കണം. മറ്റൊരു ദുരന്തം കൂടി ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായി കേരളത്തിൽ സംഭവിച്ചു. മോദി സർക്കാർ വീണ്ടും ഈ കോടതി നടപടികളിലൂടെ തുറന്നു കാട്ടപ്പെടുന്നുണ്ടെന്നുള്ള സത്യം. അതിന്റെ മറുഭാഗം എന്താണ്? കേന്ദ്ര സർക്കാരിന് കേന്ദ്രം ആവശ്യപ്പെട്ടിട്ട് 2221 കോടി രൂപയുടെ നിവേദനം സമർപ്പിച്ചു. ആ നിവേദനത്തിൽ ഉൾപ്പെടുത്ത കാര്യങ്ങൾ യഥാർത്ഥത്തിൽ കേരള സർക്കാർ ചിലവ് ചെയ്ത തുകയാണ് എന്നും ആ വലിയ തുക പിണറായി വിജയന്റെ സർക്കാർ അഴിമതി നടത്തിയെന്നും ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റുകാർ കക്കുകയും മോഷ്ടിക്കുകയുമാണ് ചെയ്തതെന്നും കഴിഞ്ഞ തവണയല്ല ഇതിന്റെ തൊട്ടു മുമ്പത്തെ തിരുവോണപ്പിറ്റ് എന്ന് ഈ കേരളത്തിൽ മാധ്യമങ്ങൾ വ്യാജ വാർത്തയുണ്ടാക്കി. ആ വ്യാജ വാർത്തയ്ക്ക് സഹായകരമായ ഈ മെമ്മോറാണ്ടത്തിന്റെ കോപ്പി കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു. ആ കോടതിയിൽ ലഭ്യമായ രേഖ കോടതിയിൽ നിന്നും പിറ്റേന്ന് തന്നെ മാധ്യമങ്ങൾക്ക് കിട്ടിയതാണ്. പക്ഷെ മാധ്യമങ്ങൾ കാത്തിരുന്നു ഓണം കഴിയാൻ. ഓണത്തിന്റെ പിറ്റേന്ന് സമൃദ്ധമായ ഒരു ഓണം കഴിഞ്ഞപ്പോൾ ഈ കേരള സർക്കാർ അഴിമതി സർക്കാരാണെന്ന് ഈ പണം തരാത്ത കേന്ദ്രത്തിലെ BJP നേതാക്കന്മാർക്ക് പറഞ്ഞു നടക്കാൻ വഴിയൊരുക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഫലപ്രദമായി ഇവിടെ പ്രവർത്തിക്കുന്ന കേരള സർക്കാരിനെതിരെ നുണകൾ നിർമ്മിക്കാൻ ഈ കോടതി നടപടികൾ ദുരുപയോഗിച്ചു. ആ ഘട്ടത്തിലെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾ ഈ കാര്യം ചെയ്ത് തിരുത്തിക്കാൻ കോടതി തയ്യാറായോ? സംസ്ഥാന സർക്കാരിന് നീതി കിട്ടിയോ? ദുരന്ത ബാധിതർക്ക് നീതിയില്ല, അവരുടെ വായ്പകൾ എഴുതി തള്ളുന്നില്ല, അവരോട് അനീതി കാണിക്കുന്നു കേന്ദ്രമെന്ന പോലെ ഇത് പരിഹരിക്കാൻ ഇവിടുത്തെ ദുരന്ത ബാധിതർക്കൊപ്പം നിലകൊള്ളുന്ന സംസ്ഥാന സർക്കാരിനെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും അപമാനിക്കാൻ ഈ കോടതി നടപടികളെ ഇവിടുത്തെ മാധ്യമങ്ങൾ ദുരുപയോഗിച്ചു എന്നതും ഇന്നത്തെ ദിവസം കൂട്ടി വായിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ആരും ഇക്കാര്യത്തിൽ കുറ്റവാളികളല്ലാതെയാവുന്നില്ല. കേന്ദ്ര സർക്കാരിനോടൊപ്പം ഇവിടുത്തെ പ്രതിപക്ഷം, ഇവിടുത്തെ മാധ്യമങ്ങൾ എല്ലാവരോടും ചേർന്നാണ് വയനാട് ദുരന്ത ബാധിതരെ വേട്ടയാടുന്നത്. അവർക്കൊപ്പം നിൽക്കുന്ന പിണറായി സർക്കാരിനെ ഒരു നാർദവുമില്ലാതെ, മര്യാദയുമില്ലാതെ, നീതിയുമില്ലാതെ, ഒരിട്ട് ദയയില്ലാതെ കടന്നാക്രമിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്.
തീർച്ചയായും താങ്കൾ പറഞ്ഞ പോലെ ഇതിന്റെ പുറകിൽ ഒരു വലിയ ആസൂത്രണം നമ്മൾ കാണേണ്ടതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ്, ഫെബ്രുവരിയിലോ മാർച്ച് മാസത്തിലോ മറ്റോ ആണ് ഈ ദുരന്ത നിവാരണ നിയമത്തിലെ ഈ 13-ാം വകുപ്പ് എടുത്ത് കളയുന്നത്, കേന്ദ്രം എടുത്ത് കളയുന്നത്. കേന്ദ്രത്തിന് വായ്പകൾ എഴുതിത്തള്ളാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം കൊടുക്കാൻ അധികാരമുള്ള വകുപ്പ് കളയുന്നത്. ഒപ്പം തന്നെ അതിതീവ്ര ദുരന്തമായി ആ ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരുന്നില്ല, അതൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ മുൻകാല പ്രാബല്യവും ഉണ്ടാകരുത് എന്ന വലിയ ജാഗ്രത ഈ ആസൂത്രണത്തിന് പുറകിൽ കേന്ദ്രം പുലർത്തിയിരുന്നു. അത് ഓരോ ഘട്ടത്തിലും ഈ കേസിന്റെ നടപടികളിലും ഇതിന്റെ എല്ലാം ഓരോ ഘട്ടത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണ്? ഇത് വയനാടിനോടോ അല്ലെങ്കിൽ കേരളത്തോടോ ഉള്ള പ്രശ്നം മാത്രമല്ല. നമ്മുടെ രാജ്യത്ത് നിരവധി ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഉത്തരാഖണ്ഡിൽ ദുരന്തമുണ്ടായി, യു.പിയിൽ ദുരന്തമുണ്ടായി, ബീഹാറിൽ ദുരന്തമുണ്ടായി, മഹാരാഷ്ട്രത്തിലുണ്ടായി, എല്ലായിടത്തും. ഈ ദുരന്ത മേഖലകളിലൊന്നും കേരള സർക്കാർ കൈകാര്യം ചെയ്തതുപോലെ ഇന്ത്യയിലെ ഒരു സംസ്ഥാന സർക്കാരും ദുരന്ത ബാധിതരോട് പെരുമാറിയിട്ടില്ല. 2018 പ്രളയം, 2019 പ്രളയം, നിപ്പ, കോവിഡ്, ഇപ്പൊ വയനാട്, പെട്ടിമുടി, ഈ ഘട്ടങ്ങളിലെല്ലാം അല്ലെ ഓഖി, കേരളത്തിന്റെ പാക്കേജിനോട് കിടപിടിക്കുന്ന ഏതെങ്കിലും ഒന്ന് ഇന്ത്യയിലുണ്ടോ? ഇടതുപക്ഷം എല്ലാ രംഗത്തും മാതൃക പുലർത്തുന്നത് പോലെ പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ സമുജ്വലമായ ഒരു ദേശീയ മാതൃകയാണ് കേരളത്തിലെ ഇടതുപക്ഷം. ഇത് മാതൃകാപരമായി ലോകത്തിന് മുന്നിൽ ഉയർന്നു നിൽക്കാൻ ഉണ്ടാവരുത്. അതുകൊണ്ടാണ് വയനാടിനോട് വിദ്വേഷം. 100-200 കോടി രൂപ, 500 കോടി രൂപ വയനാടിന് തന്നാൽ എന്താ സംഭവിക്കുക? നാം ഉയർത്തുന്ന ബദൽ എന്ന് പറയുന്നത് ലോകം കാണും. നിങ്ങൾ വയനാട്ടിൽ ഇത് ഇടതുപക്ഷം ചെയ്താൽ എന്തുകൊണ്ട് BJPക്ക് ഇന്ത്യയിൽ ചെയ്യാനാകുന്നില്ല? കോൺഗ്രസിന്റെ സങ്കടം എന്താണ്? വയനാട്ടിൽ ഇത് ഇടതുപക്ഷം ചെയ്താൽ നാളെ കർണാടകത്തിൽ എന്തു നിങ്ങൾ ചെയ്തു എന്ന ചോദ്യം അവിടെ ഉയർന്നു വരില്ലേ? അതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷം ഈ നല്ല നിലയ്ക്ക് പുനരധിവാസം നടത്തരുത് എന്നാണ് കോൺഗ്രസും BJPയും ദേശീയമായി ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ അല്പം നാണമുണ്ടെങ്കിൽ 100 വീട് അല്ല യൂത്ത് കോൺഗ്രസിന്റെ വീട്, രാഹുൽ ഗാന്ധിയുടെ വീട് എന്തായി? ഒരു തീരുമാനമെടുക്കണ്ടേ? രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നു, കൂടെ അമ്മയുണ്ടായിരുന്നു, സഹോദരി ഉണ്ടായിരുന്നു. കേരള സർക്കാരിനെ ബന്ധപ്പെട്ട് ഒരു 100 വീട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും മുന്നോട്ട് പോയി. ആദ്യഘട്ടത്തിൽ ഒരു 115 പേർക്ക് വീട് ആവശ്യമില്ല എന്ന് പറഞ്ഞ് 15 ലക്ഷം രൂപ വാങ്ങിപ്പോയിട്ടുണ്ട്. ബാക്കി എത്രയുണ്ട്? എന്റെ 100 ഞങ്ങൾ പണമായി തന്നേക്കാം. 100 വീടിന്റെ അല്ല 10 വീടിന്റെ പണം രാഹുൽ ഗാന്ധിക്ക് കൊടുക്കാൻ വയ്യേ? മുസ്ലിം ലീഗ് എന്താ ചെയ്യുന്നത്? മുസ്ലിം ലീഗ് വീട് പണിയാതിരിക്കാൻ സ്റ്റോപ്പ് മെമ്മോ ഇങ്ങോട്ട് ചോദിച്ചു വാങ്ങിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ലീഗിന്റെ തന്ത്രം എന്താണ്? മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്ത്, ആ പഞ്ചായത്തിനോട് പറഞ്ഞ് ഞങ്ങൾക്കൊരു സ്റ്റോപ്പ് മെമ്മോ തരണം. എന്തിനാ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരിക്കുന്നത്? ഒന്നത് തോട്ടഭൂമിയാണ്, അവിടെ കെട്ടിടം പണിയാൻ പറ്റത്തില്ല. പക്ഷെ ലീഗ് ആവശ്യപ്പെട്ടാണ്. മുസ്ലിം ലീഗ് നേതാക്കൾ പറയാണ് ഒരു സ്റ്റോപ്പ് മെമ്മോ തരൂ, പരന്തരസൈ ഞങ്ങളെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറയണ പോലെ ലീഗ് നേതൃത്വം പറയുകയാണ് ഒരു സ്റ്റോപ്പ് മെമ്മോ തരൂ. അപ്പൊ ഇനി ലീഗ് നേതാക്കന്മാർ വിഡ്ഢികളായ അണികളെ വിശ്വസിപ്പിക്കാൻ ഒരു സ്റ്റോപ്പ് മെമ്മോ ആണ് കേട്ടോ, അത് ശരിയാക്കട്ടെ. ഈ പിണറായിയുടെ കുഴപ്പം കൊണ്ടാണ് കേട്ടോ ശരിയാക്കും. അവരുടെ തന്ത്രം ഭരതനസൈ അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് പുറകെ നടക്കുകയാണ്. എന്തിന്? സ്റ്റോപ്പ് മെമ്മോ തരൂ. ഇവിടെ LDF മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായപ്പോ ആ നഗര നടുവിൽ ഉണ്ടാക്കിയതിൽ നിന്നും 18 കിലോമീറ്റർ അകലെ ഒരു കുന്നിന്റെ മേലെ ഒരു തോട്ടം വാങ്ങിച്ചിട്ട് അതിന് ലോകത്തില്ലാത്ത വില കൊടുത്തിട്ട് ആ പൈസ മുഴുവൻ വിഴുങ്ങിയവര് നാട്ടുകാരെ പറ്റിക്കാൻ എന്നിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഈ മുസ്ലിം ലീഗ് ഭരിച്ചാലേ സമുദായം രക്ഷപ്പെടും. തൽക്കാലം വയനാട്ടിൽ പിരിച്ച കാശെങ്കിലും അവർക്ക് തിരിച്ചുകൊടുക്കും, അവിടുത്തെ ആളുകൾക്ക് തിരിച്ചുകൊടുക്കും. കേരളത്തില് ഈ ദുരന്തമുണ്ടായപ്പോ ഒരു കാര്യം കൂടെ ഓർത്തു പോകണം. ആരും സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിൽ പണം കൊടുക്കരുതെന്ന് എന്തിനാണ് UDF പ്രചരിപ്പിച്ചത്, മാധ്യമങ്ങൾ പിന്തുണ കൊടുത്തത്? കേരളത്തിലെ പിണറായി സർക്കാരിന്റെ ദുരിതാശ്വാസ നിധി സുതാര്യമല്ലേ? ബാങ്ക് അക്കൗണ്ടിലൂടെയല്ലേ? കൃത്യമായിട്ട് രേഖയുള്ളതല്ലേ? എന്നും ദുരിതാശ്വാസ നിധിയിലെ കുഴപ്പം എന്തിനാ ഈ കുഴപ്പം പറയണത്? ഈ വ്യാജ പിരിവ് നടത്താനാണ്. എന്നിട്ട് വ്യാജന്മാര് പിരിച്ചിട്ട് ആ പൈസ ബാംഗ്ലൂരിലൊക്കെ ചെലവഴിക്കേണ്ട കണക്കൂടെ വന്നിട്ടുണ്ടല്ലോ.